ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു അവസരം കൂടെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ മഹത്വം എന്ന നിലയിൽ വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. നമ്മൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് 2-3 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകളെക്കുറിച്ചാണ്. വിശദമായ ഒരു പഠനം എന്നുള്ളതിനേക്കാൾ ആ സഭകളോട് കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്ന പ്രധാനമായ കാര്യം. അതിനായിട്ട് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെയുള്ള എഫെസോസിലെ സഭയ്ക്കുള്ള ദൂത്, അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. എഫെസോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഡിസൈറബിൾ, ആഗ്രഹിക്കത്തക്കത് എന്നാണ്. ആഗ്രഹിക്കത്തക്കത്. വാസ്തവത്തിൽ ആ വാക്ക് ആ സഭയെ സംബന്ധിച്ചും അന്വർത്ഥമായിരിക്കുന്ന കാര്യമാണ്. വളരെ ആഗ്രഹിക്കത്തക്ക, സന്തോഷിക്കത്തക്ക പല വിഷയങ്ങൾ എഫെസോസ് സഭയോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം, അതിന്റെ 17-ാമത്തെ വാക്യവും 31-ാമത്തെ വാക്യവും. ആക്ട്സ് ചാപ്റ്റർ 20 verse 17 and 31. മിലേത്തോസിൽ നിന്ന് അവർ എഫെസോസിലേക്ക് ആളയച്ചു, സഭയിലെ മൂപ്പന്മാരെ വരുത്തി. 31-ാം വാക്യം verse 31. അതുകൊണ്ട് ഉണർന്നിരിക്കുകയും ഞാൻ 3 സംവത്സരം രാപകൽ ഇടപെടാതെ കണ്ണീർ വാക്കും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുകയും. 28-ാമത്തെ വാക്യം verse 28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ആ 3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന്, മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന നല്ല ഒരു സഭയായിരുന്നു എഫെസോസിലെ സഭ. മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് ന്യായമായി കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് പൗലോസിന് സാധിച്ചു. നല്ല ഒരു ബന്ധം അവരുമായിട്ടുണ്ട്. സാധാരണ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പോലെയല്ല. 2-ാമത്തെ കാര്യം, നമുക്കറിയാമല്ലോ അപ്പോസ്തലൻ പൗലോസ് ആരായിരുന്നു. ഇത്ര ധന്യനായ ഒരു മനുഷ്യൻ 3 വർഷം ശുശ്രൂഷിച്ച ഒരു സ്ഥലമാണ്. താമസിച്ച് അധ്വാനിച്ച് ശുശ്രൂഷിച്ച ഒരു സ്ഥലമാണ് എഫെസോസും ആ സഭയും. അവർക്ക് വേണ്ടി അത്രമാത്രം അധ്വാനിക്കുകയും ചെയ്തു. അപ്പോൾ ആ സഭയുടെ ഒരു പ്രത്യേകമായ നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. താൻ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എഫെസോസിലായിരുന്നപ്പോൾ വലിയ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. താൻ ഉപയോഗിച്ച വാക്ക് മൃഗയുദ്ധമെന്ന. മൃഗയുദ്ധം അത് ആക്ഷരികമായിട്ടാണെങ്കിലും അല്ലാത്തതിലാണെങ്കിലും അത് കാഠിന്യമേറിയ തന്റെ കഷ്ടതയുടെ അവസ്ഥയെ കാണിക്കുന്നതാണ്. അങ്ങനെ കടന്നുപോയി അധ്വാനിച്ച് വിശ്വാസികളെ ബലപ്പെടുത്തിയ ഒരവസ്ഥ തനിക്കുണ്ട്, സാഹചര്യം തനിക്കുണ്ട്. ആ നന്മ ആ സഭയ്ക്കുണ്ട്. തന്നെയല്ല, സഭയുടെ പ്രാരംഭകാലത്തെ അവരുടെ സ്വഭാവം വായിച്ച എഫെസ് ലേഖനം 1-ാം അധ്യായം, അതിന്റെ 15-16 വാക്യം വായിക്കുമ്പോൾ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചെഴുതുന്നത് എഫെഷ്യൻസ് ചാപ്റ്റർ 1 verses 15 and 16, 15-16. അതിനിമിത്തം ഞാൻ നിങ്ങളുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മതിയായ വിഷയം അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും. അവർ ദൈവത്തിലുള്ള വിശ്വാസമുള്ളവരും വിശ്വാസികളെ സ്നേഹിക്കുന്നവരുമാണ്. വിശ്വാസികളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ അവരുടെ സ്വഭാവ ഗുണവിശേഷമായിട്ട് പൗലോസ് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നന്ദി പറയുക. നിങ്ങൾ വിശ്വാസമുള്ളവരാണ്, നിങ്ങൾ സ്നേഹമുള്ളവരാണ്. അപ്പോൾ എത്ര മെച്ചമായിരിക്കുന്ന കാര്യമാണ്. ഇനി 4-ാം അധ്യായം നോക്കിക്കേ. 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, താൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക അവർക്ക്. എഫെസ് ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാണ്. അപ്പൊ തൊട്ടുമുമ്പുള്ള വാക്യം വായിച്ചേ 14. അങ്ങനെ നാം ഈ മനുഷ്യരുടെ ചതിയാലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണ ഉപദേശത്തിന്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ സംഭവിക്കരുതെന്ന് പറയുക. അങ്ങനെ സാഹചര്യം ഉണ്ടാകാം, ദുരുദ്ദേശക്കാർ വരാം. നിങ്ങൾ അങ്ങനെ തെറ്റി ഉലഞ്ഞു പോകാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് മുന്നമേ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഡിസൈറബിൾ,
ആഗ്രഹിക്കത്തക്കത് എന്ന വാക്കിന്റെ അർത്ഥം അന്വർത്ഥമാണ്. ഒന്ന്, നല്ല മുപ്പന്മാരാൽ ഭരിക്കപ്പെട്ട ഒരു സഭ. രണ്ട്, ധന്യനായ പൗലോസപ്പോസ്തലൻ 3 വർഷം താമസിച്ച് അധ്വാനിച്ച് ബലപ്പെടുത്തിയ ഒരു സഭ. താൻ ലേഖനം എഴുതുമ്പോൾ അവരുടെ വിശ്വാസവും സ്നേഹവും പ്രകീർത്തിക്കപ്പെടുവാൻ മതിയായതായിരുന്നു. നാലാമത്തെ കാര്യം, ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇത്ര സന്തോഷത്തോടെ പോകുന്ന സഭയിൽ പ്രയാസം ഉണ്ടാകാം. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഉഴപ്പന്മാർക്കൊന്നും വലിയ പ്രശ്നമില്ല. ഉഴപ്പിപ്പോകുന്ന സഭകൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നന്നായിട്ട് പോകുന്ന സഭകൾക്കാണ് എപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. നന്നായിട്ട് അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്കാണ് എപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്. കാരണം അധ്വാനിക്കുന്നത്, നന്നായിട്ട് പോകുന്നത്, കർത്താവിന് മഹത്വം കയറ്റുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് പിശാച്. അത് മനസ്സിലാക്കിയാണ് പൗലോസപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊരു മുന്നറിയിപ്പോടെ കൊടുത്തിട്ട് താൻ അവിടുന്ന് പോകുന്നത്. മേൽത്തരസിന് അവരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുമ്പോഴും അക്കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ മധ്യയിൽ നിന്നും ആൾക്കാർ എഴുന്നേൽക്കും, വെളിയിൽ നിന്ന് ആൾക്കാർ നുഴഞ്ഞു വരും, ശ്രദ്ധിച്ചോണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് താനെ പ്രാർത്ഥിച്ച് അവരെ കർത്താവിനെ ഭരമേൽപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നത്. അത്രമാത്രം ശ്രേഷ്ഠമായ നിലവാരം പുലർത്തിയ ഒരു സഭ. എന്നാൽ ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ, ഇത് 60-ലാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനമാണ് എഫേസ്യ ലേഖനം. 64-ൽ തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ഒരു വാക്ക് തിമോത്തിയോസിനോട് പറഞ്ഞു. വായിച്ച് 1 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നോക്കിക്കേ. 1 Timothy chapter 1 verse 4. നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. എന്തിനാ? വായിച്ചു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയെ ഉളവാകുന്ന സ്നേഹം തന്നെ. 3-ാം വാക്യം വായിച്ചു. 3-ാം വാക്യം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകളുടെയും അന്തമില്ലാത്ത വംശാചാരങ്ങളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടത്. മനസ്സിലായോ? നീ എഫെസോസിൽ താമസിക്കേണ്ടത് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ വന്നു ഞാൻ അറിഞ്ഞു. സംസാരമൊക്കെ മോശമായെന്ന് അറിഞ്ഞു. കെട്ടുകഥകളെ പറയുന്നു, വംശാവലി പറയുന്നു, അന്യത ഉപദേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നീ ശ്രദ്ധിക്കരുതെന്ന് നീ അവരോട് ശക്തമായിട്ട് ആജ്ഞാപിക്കണം. അപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശത്രു എഴുന്ന് അകത്ത് കയറി തുടങ്ങി, പ്രശ്നം തുടങ്ങി. അത് പൗലോസ് അറിഞ്ഞപ്പോൾ തന്റെ ദുഃഖം കൊണ്ട് താൻ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ അവിടെ പോയിട്ട് അവരെ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരോട് ആജ്ഞാപിക്കണം. അപ്പോൾ ഇത്രയും മതി എഫെസോസ് സഭയെക്കുറിച്ചുള്ള നമ്മൾ തൽക്കാലമുള്ള അറിവ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു നല്ല അസംബ്ലി, ആ അസംബ്ലിയിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയത് 94-95 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏകദേശം 30 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കർത്താവ് പത്മോസ്ദ്വീപിൽ വന്നിട്ട് യോഹന്നാൻ മുഖാന്തരം പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്ന 1-ാമത്തെ ലേഖനം ആർക്കുള്ളതാണ്? ഈ സഭയ്ക്കുള്ളതാണ്. ആ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. 2-ാമത്തെ വാക്യം വായിച്ച്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊണ്ടുവരാത്തവരെ നിങ്ങൾക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തടർന്നു പോകാത്തതും അറിയുന്നു. 6-ാം വാക്യം. എങ്കിലും നിക്കൊലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. നിങ്ങൾ 2, 3, 6 വാക്യങ്ങൾ വായിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. 9 കാര്യങ്ങളാണ് അനുകൂലമായിട്ട് ക്രിയാത്മകമായിട്ട് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറിയുന്നു, ഐ നോ, ഞാൻ അറിയുന്നു നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത എന്ന് വേണ്ട 9 കാര്യങ്ങൾ. ദുരുപദേശം വന്നപ്പോൾ അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞു. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞു വന്ന കള്ള അപ്പോസ്തലന്മാരെ നിങ്ങൾ സഹിച്ചു, നിങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു, അവരെ സ്വീകരിച്ചില്ല. ഇങ്ങനെ അനേക കാര്യങ്ങൾ, 9 കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളുണ്ട്, മാനസികമായ കാര്യങ്ങളുണ്ട്, സാമൂഹ്യമായ കാര്യങ്ങളുണ്ട്, അവരുടെ എത്രമാത്രം അവർ ബലപ്പെട്ടതുകൊണ്ട് തെളിവുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് പറയുന്നത്. എത്ര നല്ല ഒരു സഭയാണെന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്നാ, അവർക്ക് കർത്താവിലുള്ള വിശ്വാസമുണ്ടായിരുന്നു, ദൈവമക്കളോട് സ്നേഹമുണ്ടായിരുന്നു. ആ വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 2 ആത്മീയ ഗുണവിശേഷങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 9 നല്ല കാര്യങ്ങൾ
9 ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവർ അത്രയും വർഷം ചെയ്തുകൊണ്ടേയിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മിലും എന്ത് നന്മ കാണുന്നുവോ ആ ഒരു നന്മയും കർത്താവ് മറച്ചു വയ്ക്കുകയില്ല. കർത്താവ് നമ്മോട് നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രോത്സാഹനം തരും, പ്രശംസിക്കും. തന്നെ വല്ല ചെയ്ത കാര്യങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ന്യായമായ പ്രതിഫലം തരികയും ചെയ്യും. ഇനിയും ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടതാണോ? നോക്കിക്കഴിഞ്ഞ 1-ാമത്തെ വാക്യം. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലകൾക്ക് നടുവിൽ നടക്കുന്നവൻ. മനസ്സിലായോ? ആരാ ഇത്? 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 ദൂതന്മാരാണ്, സഭയുടെ ദൂതന്മാരാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു സഭയിലെ ശുശ്രൂഷകന്മാർ. 7 നിലവിളക്ക് സഭകളാണ്. അപ്പോൾ ദൂതന്മാര് അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാര് കർത്താവിന്റെ കരങ്ങളിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ പരിപാലനത്തിലാണ്, അവന്റെ മേൽനോട്ടത്തിലാണ്. അവൻ നടക്കുന്നത് 7 സഭകളുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സഭകൾക്കും തന്നോട് ഒരേ അകലമാണ്, ഒരേ അടുപ്പമാണ്. മാത്രമല്ല മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നവനാണ്. സഭാഹാളിൽ വന്നിരിക്കുന്ന വിശ്വാസികളുടെ മനോഭാവം അറിയാവുന്ന ഒരുവനേ ഉള്ളൂ നമ്മുടെ മധ്യ വന്നിരിക്കുന്ന കർത്താവ്. മറ്റാർക്കും മനോഭാവം അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സർവജ്ഞാനിയായ കർത്താവ് പറയാണ്, ഐ നോ യുവർ വർക്ക്. ഞാൻ നിന്റെ വേല അറിയുന്നു പറഞ്ഞ് അങ്ങോട്ട് ആരംഭിക്കുക. ഞാൻ അറിയുന്നു. എന്നോട് ആരും പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ദൈവമാണ്, എനിക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞ് അവരെ ആദ്യം അവരുടെ നല്ല കാര്യങ്ങളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലും നാം അന്വർത്ഥമാക്കേണ്ട കാര്യമാണ്. ഇനിയും ആ 9 കൂട്ടം നല്ല കാര്യങ്ങൾ പറഞ്ഞതിൽ 9-ാമത്തെ കാര്യം ഒരു വാക്ക് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിക്കോലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, ഞാനും അത് പകയ്ക്കുന്നു. നിക്കോലാവർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിക്കേ ലാവോസ് എന്ന 2 വാക്കുകളാണ്. അത് ജനത്തെ കീഴടക്കുന്നവർ എന്ന, ജനത്തെ കീഴടക്കുന്നവർ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടത്വ സഭകളെ പോലെ. പട്ടക്കാരാണല്ലോ ജനങ്ങളെ കീഴടക്കി ഭരിക്കുന്നത്. സഭയിൽ അങ്ങനെയല്ല. സഭയിൽ മൂപ്പന്മാരെ വാസ്തവത്തിൽ ഭരിക്കുകയല്ല, പിന്നെ പരിപാലിക്കുക. മൂപ്പന്മാർ ഭരിക്കുന്നു എന്ന് ഒറ്റ വാക്യമേ ഉള്ളൂ തിമോഥെയോസ് ലേഖനത്തിൽ. അത് വിഷയം എന്നറിയാമോ? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര്, വിശേഷാൽ വചനത്തിൽ അധ്വാനിക്കുന്നവര്. വചന ശുശ്രൂഷ എന്ന വിഷയത്തിലാണ് വാസ്തവത്തിൽ ആ മൂപ്പന്മാരുടെ ഭരണം ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞോളൂ ചെയ്തോണം, ഞാൻ പറഞ്ഞോളൂ കേട്ടോണം എന്ന് പറയുന്ന രീതിയല്ല. മൂപ്പന്മാർ പരിപാലിക്കുക ജനത്തെ. എന്നാൽ അന്ന് തന്നെ ജനങ്ങളെ കീഴടക്കി ഭരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വന്നിരുന്നു. അവരെ ഇവർ ശക്തമായിട്ട് എതിർത്തു. ഇന്നുമുണ്ട് ആ കാര്യം. അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ അത് മറുവശം ചിന്തിക്കണം. സഭാ ശുശ്രൂഷകന്മാരാരും സഭയിൽ വിശ്വാസികളുടെ മേൽ ആധിപത്യം നടത്തുന്നവരാണെന്ന് ചിന്ത വേണ്ട. ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു കൂട്ടം ആടുകളാണ്, കുഞ്ഞാടുകളാണ്. അവരെ പരിപാലിക്കുക, അവരെ മേയിക്കുക, അവരെ കരുതുക, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, അവരുടെ മുൻപാകെ സാക്ഷ്യമായി ജീവിക്കുക. ഇതാണ് ഏറ്റവും വലിയ ഭരണം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ വേണം. അല്ലാത്തതിന് ഇവർ എതിർത്തു എന്നാൽ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അവരെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ വളരെ ദുഃഖകരമായിരിക്കുന്നൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് വായിച്ച് 4-ാമത്തെ വാക്യം. അവിടെയാണ് വിഷയം കിടക്കുന്നത്. 4-ാമത്തെ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ബട്ട് ഐ ഹാവ് വൺ തിങ് അഗൈൻസ്റ്റ് യു എന്ന് ഇംഗ്ലീഷിൽ നിനക്കെതിരെ പറയാനുണ്ട്. 9 കാര്യം അനുകൂലമായി പറഞ്ഞാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്നെയും നിങ്ങളെയും കുറിച്ച്, നമ്മെക്കുറിച്ച് ഒരു കാര്യം മതി എഗൻസ്റ്റായിട്ട്, എതിർപ്പായിട്ട് പറയുവാൻ, തടസ്സമായിട്ട് പറയുവാൻ, കുറ്റമായിട്ട് പറയുവാൻ, കുറവായിട്ട് പറയാനുണ്ടെങ്കിൽ അതൊരു പരാജയം തന്നെ. 9ന്റെ കാര്യത്തിൽ അവിടെ പരാജയം ഉണ്ടായി. നമ്മൾ വായിക്കുന്നു യാക്കോബ് ലേഖനത്തിൽ ന്യായപ്രമാണത്തെക്കുറിച്ച്, ഒന്നിൽ തെറ്റിയാൽ മുഴുവനിലും തെറ്റി. ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആ കുറ്റം എന്താ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയണ്ട, ഒറ്റ വാക്ക് നമുക്ക് വായിക്കാം. യിരെമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. യിരെമ്യാ ചാപ്റ്റർ 2 വേഴ്സ് 2. അവിടെ ലളിതമായിട്ടൊരു കാര്യം കർത്താവ് തന്നെ പറയുന്നു തന്റെ ജനത്തോട്. നീ ചെന്ന്
യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. യൗവനത്തിലെ ഭക്തി, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം, ഇതിനാണ് ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. തന്നെ അത് എപ്പോഴാ? നീ എന്നെ പിൻപറ്റുവാൻ തുടങ്ങിയ കാലം, അത് മരുഭൂമിയിലാണ്. അവിടെ വിതയില്ല, കൊയ്ത്തില്ല, ഒന്നുമില്ല. ആ സമയത്ത് നിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നന്നായി നടത്തി തന്നു. പകലും രാത്രി ഒരുപോലെ നിന്നെ പരിപാലിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വെടിവെച്ചു, അത്ഭുതകരമായിട്ട് ഞാൻ നിന്നെ നടത്തി. ആ സമയത്ത് നീ എന്നോട് കൂടെ നിന്നു, നീ എന്നെ ബഹുമാനിച്ചു, നീ എന്നെ സ്നേഹിച്ചു, നീ എന്നെ അനുസരിച്ചു. ആ സ്നേഹം ഒരു വലിയ സ്നേഹം തന്നെയായിരുന്നു. അതാണ് ആദ്യ സ്നേഹം എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴോ നിന്റെ അവസ്ഥ എന്താ? നീ കനാനിൽ വന്നു, നീ അവിടെ വിതയ്ക്കാൻ തുടങ്ങി, കൊയ്യാൻ തുടങ്ങി, വീട് വെക്കാൻ തുടങ്ങി, സുഭിക്ഷമായി കഴിക്കാൻ തുടങ്ങി. എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന് കുറവ് വന്നു, ബന്ധത്തിന് കുറവ് വന്നില്ല. അപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവനാ, ദൈവത്തിന് യാഗം കഴിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ. പണ്ടത്തെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കഷ്ടതയുള്ളപ്പോൾ, പ്രയാസമുള്ളപ്പോൾ വിശ്വാസികൾ അധികം പ്രാർത്ഥിക്കുന്നവരാ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാ. കഷ്ടതയൊക്കെ മാറിക്കഴിയുമ്പോഴോ പറവൻ സ്വഭാവം. ബാധയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പറവൻ പണ്ടത്തെ പോലായി. സൂക്ഷിക്കണം, ബാധ പിന്നെ അയക്കും. കർത്താവിനൊരു ആഗ്രഹമുണ്ട്, എപ്പോഴും നമ്മൾ അവനെ സ്നേഹിക്കണം, എപ്പോഴും കൂടിയിരിക്കണം, എപ്പോഴും അടുത്തിരിക്കണം. നമ്മൾ അകന്നു പോയാൽ അവനെ അടുപ്പിക്കുവാനുള്ള എല്ലാ കാര്യവും ചെയ്യും. കർത്താവിന്റെ ആഗ്രഹം അതാ. കർത്താവ് അത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. കാരണം എന്നാ? ജീവൻ തന്നെ രക്ഷിച്ചതുകൊണ്ട് താനത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നാണ്. ലെഫ്റ്റ് എന്നാണ്, ലോസ്റ്റ് എന്നല്ല, നഷ്ടപ്പെട്ടെന്നല്ല. നമുക്കിപ്പോഴെന്തുണ്ട്? സ്നേഹമുണ്ട്, പക്ഷെ ഏത് സ്നേഹമല്ല, അത് സ്നേഹമല്ല. വ്യത്യാസം മനസ്സിലായത്? നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്. അത് പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പം സ്നേഹമല്ലായിരിക്കും, എന്തായിരിക്കും? ഇഷ്ടമായിരിക്കും. ഇഷ്ടം. അത് നമ്മൾ വരുന്നുണ്ട് ആ വിഷയത്തിലേക്ക്. അപ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന ഏത് കാര്യവും ദൈവം അംഗീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ ഈ പറഞ്ഞ 9 കൂട്ടം കാര്യങ്ങൾ അനുകൂലമായി പറഞ്ഞത്, പോസിറ്റീവായി പറഞ്ഞത്, അത് ഇപ്പൊ നമ്മൾ എങ്ങനെ ആയിരുന്നു കൺക്ലൂഷൻ എത്തുന്നത്? ഈ 9 കൂട്ടം കാര്യങ്ങളും അവർ ചെയ്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്, അധ്വാനമുണ്ട്, സഹിഷ്ണുതയുണ്ട്, ദുർവ്യവസ്ഥക്കാരെ കാണുമ്പോൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യണം എന്ന ചിന്തയിൽ മാത്രം ചെയ്യുന്നവരാണ്. നീ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നീ ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്നല്ല. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ 2 പേരുടെ ഉദാഹരണം പറയാം. ഒന്ന് പത്രോസിന്റെ കാര്യമാണ്. 3.5 വർഷം കൂടെ നടന്നൊരു മനുഷ്യനാണ് പത്രോസ്. പത്രോസ് ചെയ്യാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ചോദിച്ചാൽ ആദ്യം മറുപടി പറയും, സ്നേഹത്തിൽ നിന്നാണ് ആണോ? ഞാൻ തെളിയിക്കാം അല്ലെന്ന്. അല്ല, എനിക്ക് പറയണം, ഞാനാണ് മുൻപൻ എന്ന ചിന്തയിലാണ് പറഞ്ഞത്. ഇനി കർത്താവിനെ പിടിക്കാൻ വന്നപ്പം വാളെടുത്ത് വെട്ടി ദൈവത്തോട് സ്നേഹം കൊണ്ടാണ്? അല്ല, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം കുഴപ്പത്തിലാകും, അവിടെ മരിക്കാതിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ കാര്യം നോക്കാൻ വേണ്ടി വെട്ടിയത്, സ്നേഹത്തിലല്ല. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. സ്നേഹം ലെവലേഴ്സ് ഉണ്ടായിരുന്നോ? ഇല്ല. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് കഷ്ടം അനുഭവിച്ച് മരിക്കുന്നത് കണ്ട മനുഷ്യനാണ്, ഉയർത്തത് കണ്ട മനുഷ്യനാണ്, കർത്താവിനെ കണ്ട മനുഷ്യനാണ്, കർത്താവിന് അനുഗ്രഹം പ്രാപിച്ച മനുഷ്യനാണ്. എന്നിട്ടും ഒരു 6 പേരൊക്കെ വിളിച്ചോണ്ട് പഴയ പണിക്ക് പോയി. സ്നേഹം ഉണ്ടായിരുന്നോ? സ്നേഹമില്ല. വ്യക്തമാണ്. ഇല്ലെന്ന് പറയാൻ കാരണമുണ്ട്. യോഹന്നാൻ 20 അധ്യായത്തിൽ വരുമ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ കർത്താവോട് ചെന്നു രാവിലെ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് താൻ സംസാരിക്കുക. അവർ മറുപടി പറഞ്ഞു. അവർ കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പത്രോസിനോട് ചോദ്യം, പത്രോസ്, നീ ഇവയിൽ അധികമായി എന്നെ, അതിനർത്ഥം എന്തുവാ? ഇവയിൽ നിന്നും ഉണ്ട്, ഇവരിൽ നിന്നുമുണ്ട്. മലയാളത്തിൽ ഇംഗ്ലീഷ് വായിച്ചാൽ രണ്ടുമുണ്ട്, 2 ശരിയാണ്. ഇവയിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മീന്, ഈ വെച്ചിരിക്കുന്ന അപ്പം, പിന്നെ ഈ നിൽക്കുന്നതിന്റെ കൂട്ടുകാര്, നിന്റെ വള്ളം, നിന്റെ വല, എല്ലാം കൂടെ കൂട്ടിക്കോ. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ കർത്താവ് ചോദിച്ചത് ആത്മാർത്ഥമായിട്ട് അവന്റെ സ്വഭാവം മനസ്സിലാക്കി ഇത്തരം ചോദിച്ചതാണ്.
കഴിഞ്ഞ 3.5 വർഷം കൂടെ നടന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തമ്പുരാൻ അറിയാമായിരുന്നു. അതിന്റെ ആത്യന്തികമായ തെളിവാണ് ഇപ്പൊ കൊണ്ട് അവസാനം കൊണ്ട് ഉച്ചരിക്കുന്നത്. കൊണ്ട് താൻ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പിന്നോട്ടങ്ങ് പോയി കൊണ്ടുവന്നു. ദൈവത്തിന് സ്നേഹമാണ്. ഇത്ര നാൾ കൂടെ നടന്ന് അത്ഭുതം കണ്ട് അപ്പം തിന്ന് അടയാളം കണ്ട് അനുഗ്രഹം പ്രാപിച്ച് പിന്മാറിപ്പോയിട്ടും അവനെ കൈവിടാതെ അവനെ മടക്കിക്കൊണ്ടുവന്ന സ്നേഹമാണ് ദൈവസ്നേഹം. എന്ന് പത്രോസിനെ എന്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞ് വിളിച്ചോ, ആ സ്നേഹം ഇന്നും പത്രോസിനോട് ആർക്കുണ്ട്? കർത്താവിനുണ്ട്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ അളവ് കൂടുന്നത് കൊണ്ട് അവൻ നമ്മൾ സ്നേഹിക്കുന്ന അളവ് കൂടത്തില്ല. നമ്മൾ കർത്താവ് സ്നേഹിക്കുന്നതിന് അളവ് കുറയുന്നത് കൊണ്ട് അവൻ നമ്മൾ സ്നേഹിക്കുന്നതിന് അളവ് കുറയത്തില്ല. കാരണം ദൈവത്തിന് എപ്പോഴും ഒരേ നിലവാരമാണ്, ഒരേ സ്റ്റേബിളാണ്. ആ സ്നേഹത്തിന് കുറവ് കൂടുതലും വരത്തില്ല. അതാണ് ദൈവസ്നേഹം. ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ ആ വാക്യം വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാത്ത വിഷയമാണല്ലോ. അവിടെ വായിക്കുന്നത്, മൂന്നാമതും എന്നെ സ്നേഹിക്കുന്നു ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. മാനസാന്തരത്തിന്റെ ലക്ഷണമാണ്. അത് ഞാൻ ആ വാക്കിപ്പോ പറയുന്നത് പിന്നെ പറയുമ്പോൾ ഓർത്താൽ മതി. സ്നേഹമില്ലെങ്കിൽ അത് ബോധ്യപ്പെടുമ്പോൾ ദുഃഖിക്കുന്നതാണ് മാനസാന്തരം. എന്നിട്ട് പറഞ്ഞു, കർത്താവ് നീ സകലവും, അതാണ് മടങ്ങി വരവ്. മാനസാന്തരപ്പെട്ടു, അവൻ മടങ്ങി വന്നു. പിന്നെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുക, ജീവിക്കാൻ തുടങ്ങുക. ഒരൊറ്റ പ്രസംഗത്തില 3000 പേര്. ഞാൻ സാധാരണ ഈ ഒരു വാക്കിനെ പറയാറുണ്ട്. യോഹന്നാൻ സുവിശേഷം 21 അധ്യായം തൊട്ടടുത്ത പേജ് നോക്കുമ്പം അപ്പോസ്തല പ്രവൃത്തിയാണ്. ഒരു പേപ്പറിന്റെ ഖനമേ ഉള്ളൂ, ഒരു പേപ്പറിന്റെ ഖനം. മാനസാന്തരത്തിനും ഫലത്തിനും. ഇപ്പുറത്ത് മാനസാന്തരപ്പെട്ടു, അപ്പുറത്ത് ഫലമുണ്ടായി. 3000 പേര് രക്ഷിക്കപ്പെട്ട സംഭവം മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് അതിന്റെ കാര്യം. അപ്പോൾ അവിടെ പോയി ചെയ്യുന്നത് സ്നേഹത്തിലാണ്. മനസ്സിലായോ? നീ സകലം അറിയുന്നത് പറഞ്ഞ് തന്നെത്താൻ കർത്താവിലേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുവാൻ തുടങ്ങി. 3.5 വർഷം കൂടെ നടന്നത് സ്നേഹത്തിനല്ലായിരുന്നു. വ്യക്തമാണ്. അപ്പോൾ സ്നേഹിക്കാതെ നമുക്ക് ചെയ്യാമല്ലോ, ചെയ്യാം. എനിക്ക് കർത്താവിനെ ഉണ്മയെ സ്നേഹിക്കാതെ പ്രസംഗിക്കാം, പഠിപ്പിക്കാം. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പഠിക്കുന്നത് വലിയ അഗാധമായ കാര്യമൊന്നുമല്ല, പ്രായോഗിക കാര്യമാണ്. നമുക്ക് സ്നേഹത്തോടെയാണോ ചെയ്യുന്നത്? രണ്ടാമത്തെ ഉദാഹരണം പറയാം. മാർത്തോടെയും മറിയുടെയും ലാസറിന്റെയും ഭവനം, ബേഥാനയിലെ ഭവനം. കർത്താവ് ശിഷ്യന്മാരും അതിലെ പോകുമ്പോൾ അവിടെ കയറും, അവിടെ ഇരിക്കും, അവിടുന്ന് ആഹാരം കഴിക്കും, വചനം പഠിപ്പിക്കും. പരമാവധി സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന സംഭവം. മറിയ കർത്താവിന്റെ പാദമെടുത്തിക്കുന്നത് പഠിച്ചു. മാർത്ത വളരെ അധ്വാനിച്ച് കുഴഞ്ഞ് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഒരിക്കൽ അവരവിടെ താമസിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ, രാവിലെ അവിടുന്ന് പോകുന്ന വഴിക്ക് കർത്താവിന് വിശന്നിട്ട് അത്തിപ്പഴം നോക്കി. അതിന്റെ അർത്ഥം എന്നാ? ഈ ഭവനത്തിൽ താമസിച്ച് രാവിലെ പുറപ്പെട്ടപ്പോഴും നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാനുള്ള പ്രാപ്തി അവർക്കില്ലായിരുന്നു. അവർ ദരിദ്രരാണ്. എന്നിട്ടും അവിടെ പാർപ്പിച്ചു, ഉള്ളത് കൊടുത്തു വിട്ടു. അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ച, കരുതിയ, പ്രവർത്തിച്ച ഒരു കുടുംബം. അവരുടെ വീട്ടില് ഒരു രോഗമുണ്ടായി. പറഞ്ഞ ആളിനെ പറഞ്ഞു വിട്ടു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. കർത്താവ് വൈദ്യം സൗഖ്യമാക്കിയോ? ഇല്ല. മരിച്ചിട്ട് അടക്കത്തിന് പോയോ? അനുസ്മരണം പറയാൻ പോയോ? ഇല്ല. മരിച്ച് അടക്ക സമയത്തെങ്കിലും ചെന്നോ? ആരെങ്കിലും പ്രതീക്ഷിച്ച് കാണും. കല്ലറയ്ക്ക് വെക്കുന്നതിന് മുമ്പെങ്കിലും ഓടി വന്ന് വരുമെന്ന്. വന്നോ? ഇല്ല. 4-ാം ദിവസം നാറ്റം വെച്ചപ്പോൾ വന്നു. എടുത്തോ ആ അധ്യായം, യോഹന്നാൻ 11. അവരെന്താ പറഞ്ഞെന്ന് നോക്കി, അവരെന്താ ചെയ്തെന്ന് നോക്കി. അതിന്റെ 20-ാമത്തെ വാക്യം. മാർത്തയാണ് ആദ്യം കർത്താവിനെ കാണുന്നത്. എന്താ മാർത്ത പറയുന്നത്? 11:20. മതി. യേശു വരുന്നു കേട്ടിട്ട് നമ്മളതെന്താ പറയും? വരുവാ. എന്തിനാ വരുന്നത്? നാറ്റം വെച്ചിട്ടാ വരുന്നേ. വേറൊരു വാക്ക് നമ്മൾ പറയാൻ പറ്റും. എന്താണെന്നറിയാമോ? വയ്യാത്ത ഞാൻ സൗകര്യം പറയും, നടുവയ്യാത്ത ഞാൻ കഞ്ഞിയും കറിയും വെച്ച് എത്ര പ്രാവശ്യം വിളമ്പി കൊടുത്തതാ. എന്നിട്ട് വരുക. ഇനി അത് മനസ്സിലായല്ലോ. മാർത്ത എന്ത് ചെയ്തത്? അവനെ എതിരേൽക്കാൻ. എത്ര നല്ല വാക്കാണ്, എതിരേൽക്കാൻ. കാണാനല്ല, പിന്നെ ബഹുമാനത്തോടുകൂടെ സ്വീകരിച്ച് കൊണ്ടുവരാൻ നാട്ടം വെച്ചിരിക്കുന്ന ഒരുത്തൻ. ഇനി മറിയ ചെയ്ത കാര്യം നോക്കിക്കേ. 28-ാമത്തെ വാക്ക് നോക്കിയേ. 28-29 വായിച്ച്. തന്റെ സഹോദരിയെ മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, വിളിക്കുന്നുവെന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ
അവളെന്താ പറഞ്ഞു? നീ പോ, ഞാൻ പിന്നെ വന്നേക്കാം, അങ്ങനെ പറഞ്ഞു. ഉടനെ എഴുന്നേറ്റ് പോവാ. പോയി എന്ത് ചെയ്തു? ഉടനെ എഴുന്നേറ്റ് ചെന്ന് അവന്റെ കാൽക്കിളങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. ഈ മറിയ നമ്മൾ ആദ്യം കാണുന്നത് എവിടെയാ? ലൂക്കോസ് 10 കാൽക്കലിരുന്ന് വചനം പഠിക്കുക. ഇപ്പോഴെവിടാ? ഇപ്പോഴും കാൽക്കല. ഓടി ഒന്ന് കാൽക്കലങ്ങ് വീണു. അവൾ അന്ന് കാൽക്കലിരുന്ന് വചനം പഠിച്ചത് ദൈവസ്നേഹത്തിലാണ്. മനസ്സിലായോ? മാർത്ത ആഹാരം ഉണ്ടാക്കി കൊടുത്തതും കഷ്ടപ്പെട്ടതും കഞ്ഞി വിളക്കി കൊടുത്തതും ദൈവസ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ ചെയ്തതുകൊണ്ട് അവർക്ക് നന്മ കിട്ടിയില്ലെങ്കിലും, സഹോദരൻ സൗഖ്യമായില്ലെങ്കിലും, സഹോദരൻ ഉയർത്തില്ലെങ്കിലും ആ സ്നേഹത്തിൽ തന്നെ ഞങ്ങൾ തുടരും. ഞങ്ങൾ നിന്നെ എതിരേൽക്കും, ഞങ്ങൾ നിന്റെ പാതപെടുത്തിയിരിക്കും, ഞങ്ങൾ നിന്നോട് പരാതി പറയത്തില്ല. കാരണം എന്നാ? ഞങ്ങൾ ചെയ്തതല്ല, സ്നേഹത്തിലാണ്. ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടണമെന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി. സഹോദരന്മാരല്ലേ, കുറയത്തില്ല. രണ്ടുപേരും കൂടെ പറഞ്ഞു, ശരിക്കും പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അവർക്ക് സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ സ്നേഹം കർത്താവിനോടുണ്ടോ? അതവിടുത്തെ വിഷയം. നമ്മൾ ചെയ്തു, പ്രവർത്തിച്ചു, സഹിച്ചു, കൊടുത്തു, തളർന്നില്ല, ബലപ്പെട്ടു നിന്നു, ഉപദേശത്തെ തള്ളിക്കളഞ്ഞു, ഒക്കെ ശരിയാണെങ്കിലും അത് സ്നേഹത്തിലാണോ ചെയ്തതെന്ന് കർത്താവിനറിയണം. കർത്താവിനറിയാം. നമ്മൾ ഒരു പുകഴ്ചയും പറയണ്ട, നമ്മളൊന്നും പറയണ്ട. അവൻ അറിയുന്നവനാ. ഐ നോ, ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ ആ വാക്യം വളരെ വിലപ്പെട്ട വാക്യമാണ്. എന്നെ അറിയിച്ചെന്നല്ല, എന്നോട് അവർ പറഞ്ഞെന്നല്ല, മനസ്സിലായോ? ഞാൻ കേട്ടെന്നല്ല, അവൻ അറിയാത്ത കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ രണ്ട് ഉദാഹരണം മനസ്സിരിക്കട്ടെ. പത്രോസിന്റെ സ്നേഹവും ബേഥാന്യയിലെ സഹോദരന്മാരുടെ സ്നേഹവും രണ്ടാണ്. നമുക്ക് കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ സ്നേഹത്തിൽ ഒത്തിരി കാര്യം ചെയ്യുമ്പോൾ ഒന്ന് വായിച്ച് 1 Corinthians 13 അധ്യായം, സ്നേഹത്തിന്റെ അധ്യായം എന്നാണല്ലോ നമ്മൾ അധ്യായത്തിന് അറിയപ്പെടുന്നത്. ആ 13 അധ്യായത്തിൽ വായിക്കണമെന്നില്ല, ഒന്ന് നോക്കിയാലും മതി. അവിടെ 1ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് മനുഷ്യരുടെ ദൂതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും പിന്നെന്തോ എനിക്ക് സ്നേഹമില്ലെങ്കിൽ. 2ാമത്തെ വാക്യം വായിക്കുന്നത് പ്രവചനപരം, മർമ്മങ്ങള്, മരണം നിൽക്കുന്ന വിശ്വാസം ഇത്ര ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ. 3ാമത്തെ വാക്യം, എനിക്കുള്ളതെല്ലാം നല്ലതാണ് ചെയ്താലും സ്നേഹമില്ലെങ്കിൽ. വീട്ടിൽ പോയിട്ട് ആ 3 വാക്യം വായിച്ചു നോക്കുക. ആ 3 വാക്യത്തിലും ഒത്തിരി നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ നല്ല കാര്യങ്ങളാണ്. ഒരു വിശ്വാസിക്ക് ചെയ്യുവാൻ കഴിയാവുന്നതിനപ്പുറം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം ചെയ്താലും ആ 3 വാക്യത്തിലും ഓരോ പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, സ്നേഹമില്ലെങ്കിൽ. അപ്പോൾ സ്നേഹമില്ലാതെയും ആ കാര്യം ചെയ്യാമെന്ന് ലേഖനകാരൻ പറഞ്ഞതിന്റെ ആശയം 1 Corinthians 13 അധ്യായത്തില് 1, 2, 3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, സാമൂഹിക കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാം, സ്നേഹമില്ലെങ്കിലും ചെയ്യാം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കാര്യം സ്നേഹത്തിൽ തന്നെ ചെയ്യാം. അത് ഈ നമ്മൾ പറയല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തു ന്യായത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പൊ നാം എല്ലാവരും നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നത് നല്ലതും തീയതുമുണ്ട്. തീയതിന് വല്ലതും കിട്ടുമോ? എന്തോ അവിടെ കിട്ടുന്നത് പ്രതിഫലമാണോ എന്നൊക്കെ സംശയമുള്ളവരും ഉണ്ട്. അവിടെ അത് ന്യായാസനം എന്ന് പറയുന്നത് ഇവിടുന്ന് പോയി ക്രിസ്തുവിലൂടെ ആയിരിക്കും മധ്യാകാശത്തിലാണ്. ഇവിടുന്ന് പൊങ്ങിയാൽ പിന്നെ ഈ ശരീരത്തിന് മാറ്റം വരിക, ഇങ്ങനെ പൊങ്ങത്തോളൂ. ആ ശരീരത്തിൽ യാതൊരു ശിക്ഷയുമില്ല. ആ ശരീരത്തിന് പ്രതിഫലം മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെന്താ ഈ നല്ലതാകലും തീയതാകലും എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം ആ ലേഖനം ഏത് ലേഖനമാണ്? കുരുതലേഖനം എഴുതിയ പൗലോസ് തന്നെ പറയുന്നു 3ാമത്തെ അധ്യായത്തിൽ. നോക്കിക്കേ, 1 Corinthians 3 അധ്യായം, മറ്റേ 2 Corinthians 5 അധ്യായമാണ്. 1 Corinthians 3 അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ നല്ലത് തീയതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അവിടെ മരം, പുല്ല്, വൈക്കോൽ എന്നിവയെ പണിയുന്ന കാര്യം, വലിയൊരു കല്ല് എന്നിവയെ പണിയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 10ാമത്തെ വാക്യം വായിച്ചാൽ മതി. 1 Corinthians chapter 3 verse 10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തൻ മനസ്സിലായോ? ഹൗ ഹി ബിൽഡ്സ് ഓൺ ഇറ്റ്. എങ്ങനെ പണിയുന്നു, എന്ത് പണിയുന്നു എന്നല്ല. മനസ്സിലായോ? എന്ത് പണിയുന്നല്ല. നീ എവിടെ നിന്ന് പോയി പ്രസംഗിച്ചെന്നല്ല.
നീ എവിടെ നിന്ന് പ്രവർത്തിച്ചെന്നല്ല, നിന്റെ ഭൗതിക നന്മ എത്രമാത്രം മറ്റവർക്ക് കൊടുത്തു എന്നല്ല, നീ എങ്ങനെ കൊടുത്തു, എങ്ങനെ പ്രസംഗിച്ചു എന്നിന്റെ അതിന്റെ അർത്ഥം എന്തുവാ? ഈ ആറ്റിറ്റ്യൂഡ്, നിന്റെ മനോഭാവം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നല്ലതാകിലും തീയതാകിലും. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്താ? മരം, പുല്ല്, വൈക്കോൽ ഒരു പണിയാണ്, മറ്റേത് വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല് മറ്റൊരു പണിയാണ്. എങ്ങനെ പണിയുന്നു എന്ന് വെച്ചാൽ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു വാല്യൂ ഉണ്ട്, വിലയുണ്ട്, നിലവാരമുണ്ട്. അത് പുലർത്താതെ ചെയ്യുന്നതെങ്കിൽ ദൈവമുമ്പാകെ അതിന് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അത് തീയതായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അതിന് പ്രതിഫലം കിട്ടത്തില്ല. നന്നായി ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ ആ വാക്ക് ഞാൻ തൽക്കാലം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഏത് വാക്കാ? സ്നേഹത്തിൽ നിന്ന് വീണുപോകുന്ന കാര്യം. സ്നേഹമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള വ്യക്തമായ തെളിവാണ് എഫെസോസ് സഭയും പത്രോസും. എത്ര കഠിനമാണെങ്കിലും സ്നേഹത്തിൽ തുടരാമെന്നുള്ളൊരു തെളിവാണ് ബേഥാനിയയിലെ പാവം പിടിച്ച സഹോദരിമാര്. മനസ്സിലായോ? ഈ രണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഒന്ന് മുന്നറിയിപ്പായിട്ടും ഒന്ന് എക്സാമ്പിളായിട്ടുമാണ്, മാതൃകയായിട്ടുമാണ്. നമുക്ക് മുന്നറിയിപ്പ് ഭയത്തോടെ കാണണം, മാതൃക യഥാർത്ഥമായിട്ട് നമുക്ക് പിൻപറ്റാം. ഇനി രണ്ട് വാക്കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ലെഫ്റ്റ്. 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു, ഫോളൻ. രണ്ട് വാക്കുകൾ, ഒന്ന് വിട്ടുകളഞ്ഞു, ഒന്ന് വീണിരിക്കുന്നു. രണ്ടും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്നേഹത്തിൽ നിന്ന് നീ വിട്ടുപോയി, ലെഫ്റ്റ്. രണ്ട്, സ്നേഹത്തിൽ നിന്ന് നീ വീണിരിക്കുന്നു. ആ രണ്ട് വാക്ക് പറയാനുള്ള പ്രേരണ എന്ന് ചോദിച്ചാൽ, ഈ വിട്ടുകളഞ്ഞു, വീണുപോയി എന്ന വാക്ക് വാസ്തവത്തിൽ നമ്മളൊന്ന് പരതി നോക്കിയാൽ ഇത് വേറൊരു പാർട്ടിയുടെ സ്വഭാവമാണ് മനസ്സിലാക്കാൻ പറ്റും. വായിച്ചേ, യൂദ ലേഖനം 6-ാം വാക്യം. യൂദ ലേഖനം 6-ാം വാക്യം. യൂദ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ മനസ്സിലായോ? ഇത് വീണുപോയ ദൂതന്മാരെ കുറിച്ചാ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. യൂദലേഖനം 6-ാമത്തെ വാക്യം. അപ്പൊ ഈ വിട്ടുപോയി എന്നുള്ളത് ആരുടെ സ്വഭാവമാ? പിശാചിന്റെ സ്വഭാവമാ. ഇനി അടുത്ത വാക്യം എഴുതിക്കോ, വായിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം. ഐശയ്യാ ചാപ്റ്റർ 14:12. അവിടെ അരുണോദയപുത്രനായ ശുക്രൻ അഥവാ ദൂതൻ എങ്ങനെയാണ് പിശാചായി തീരുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചോദിക്കുന്നത്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഫോൾ ഫ്രം എബോവ്, നിലത്ത് വീണു. അപ്പം വിട്ടുപോകുന്ന പ്രകൃതിയും വീഴുന്ന പ്രകൃതിയും ആരുടേതാണ്? പിശാചിന്റേതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? കർത്താവിടെ പറഞ്ഞു, നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർക്കണം. വിട്ടുപോകുക, വീഴുക എന്നുള്ള പ്രവൃത്തി പിശാചിന്റേതാണ്. നല്ലൊരു സഭയിൽ സമാധാനമുള്ള, സ്നേഹമുള്ള, കൂട്ടായ്മയുള്ള, അധ്വാനമുള്ള നല്ലൊരു സഭയിൽ ഇവൻ പ്രവർത്തിക്കുക. വിട്ടുപോകുവാൻ പ്രോത്സാഹിപ്പിക്കുക, വീഴുവാൻ പ്രോത്സാഹിപ്പിക്കുക. പ്രിയമുള്ളവരെ, അവിടെ ഗൗരവത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ വളരെ വളരെ ഭയത്തോടെ വേണം ക്രിസ്ത്യജീവൻ നയിക്കുവാനായിട്ട്. ഏത് സമയത്തും നമ്മെ കർത്താവിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്തെ വിട്ടുപോകുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പിശാച്, വീഴുവാൻ സഹായിക്കുന്നതാണ് പിശാച്. അവന്റെ കെണിയിൽ നമ്മൾ വീണുപോകാനായിട്ട് പാടില്ല. ഇനിയും ഏത് കാര്യത്തിൽ നിന്നാണ് വിട്ടുപോയത്? ഏത് കാര്യത്തിൽ നിന്നാണ് വീണുപോയത്? സ്നേഹം. എന്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ദൈവം സ്നേഹം തന്നെ. അപ്പൊ ഈ പിശാച് വിട്ടുപോകുവാൻ, വീണുപോകുവാൻ പ്രേരിപ്പിച്ചത് എന്തുവാ? ദൈവത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ദൈവത്തോട് അടുക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത്, അവനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവന് ഇഷ്ടമല്ല. കാരണം എന്നാ? അവൻ പണ്ട് ഒന്നിച്ചായിരുന്നല്ലോ, അല്ലേ? അവൻ പണ്ട് അവിടെയായിരുന്നു, ദൈവത്തിനു കൂടെ ആയിരുന്നു. അവിടുന്നാണ് അവനെ വെട്ടി താഴെയിട്ടത്. അതുകൊണ്ട് അവൻ അന്ന് മുതൽ ആരെയെല്ലാം അകറ്റാൻ നോക്കുമോ, ആരെയെല്ലാം വീഴ്ത്താൻ നോക്കുമോ, അവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് ചോദിച്ചാൽ, പിശാചിനൊരു കാര്യം അറിയാം. ഭൂതം ബാധിച്ച മനുഷ്യനോട് കർത്താവ് ഇടപെട്ടിട്ട് പന്നിക്കൂട്ടത്തിലേക്ക് വിടാനായിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് പിശാച് പറഞ്ഞു, ദാവീദ് പുത്ര, ദൈവത്തിന്റെ വശത്തിന് നീ സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. എന്റെ അർത്ഥം എന്തുവാ? ഞങ്ങളുടെ ദണ്ഡനത്തിന് ഒരു സമയമുണ്ടെന്ന് അവനറിയാം, ഒരു അന്ത്യന്യായമുണ്ടെന്ന് അവനറിയാം.
അറിയാവുന്നത് കൊണ്ട് ഒരൊറ്റ നിമിഷം നഷ്ടപ്പെടുത്താതെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നെ വീഴ്ത്തണോ, എന്നെ വീഴ്ത്തും. എന്നെ കർത്താവിനെ അകറ്റണോ, അകറ്റും. അപ്പൊ ഞാനാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ പരാജയം ഉണ്ടാകും. നമുക്ക് മടങ്ങി വരാം. ബാക്കി ശേഷിക്ക് സമയം ഇന്ന് അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ഓരോ ക്ലാസ്സും അങ്ങനെ തന്നെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചത്. അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 5. മതി. അപ്പൊ ഇനി പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. സംഭവിച്ചു പോയല്ലോ, നീ അത് സ്നേഹം വിട്ടുപോയി, വീണുപോയി, ഞാനത് സംഭവിച്ചു, എനിക്കത് മനസ്സിലായി. ഇനി ഞാൻ നിന്നെ അങ്ങനെ കൈവിടത്തില്ല. ഞാൻ നിനക്ക് അവസരം കൂടി തരിക. നീ ചെയ്യേണ്ട കാര്യം 1, നീ ഓർക്കണം. 2, നീ മാനസാന്തരപ്പെടണം. നീ മടങ്ങി വന്ന് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. റിമെമ്പർ, റിപ്പൻ, റിട്ടേൺ ആൻഡ് റെസ്റ്റോറേഷൻ. ഓർക്കണം, മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, യഥാസ്ഥാനപ്പെട്ട് പഴയ പ്രവൃത്തി ചെയ്യണം. പഴയ പ്രവൃത്തി ഏതാ? മുമ്പ് പറഞ്ഞ 9 കൂട്ടം കാര്യങ്ങൾ സ്നേഹത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ആശയം. നോക്കണം, കർത്താവിന്റെ സ്നേഹം. ഇത്രയും പരാജയം ഉണ്ടായിട്ടും പിന്നെ സ്നേഹിച്ചോട്ട് പറയാണ്, ഞാൻ അവസരം പിന്നെ തരിക, നീ മാനസാന്തരപ്പെടണം. ഈ വിഷയത്തിൽ ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട വിഷയത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. അത്രയും കൊണ്ട് കാര്യങ്ങൾ മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുടിയം പുത്രൻ നമ്മൾ പറയുന്നൊരു മനുഷ്യനുണ്ടല്ലോ, ലൂക്കോസ് 15. ലൂക്കോസ് 15 മുടിയം പുത്രൻ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് മുടിയം പുത്രൻ പുള്ളിക്കാരനല്ല, അവന്റെ ചേട്ടനാണ്. അവിടെ നിൽക്കട്ടെ. മുടിയം പുത്രന്റെ കാര്യം നോക്കാം. ലൂക്കോസ് 15 നോക്കിക്കേ. തന്റെ സ്വഭാവത്തിൽ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ 17-ാമത്തെ വാക്യം, 15-ന്റെ 17-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 17. അപ്പോൾ സുബോധം വന്നിട്ട് എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു. അവൻ ഓർമ്മയിലേക്ക് വന്നു. എന്താ പറയാ? എന്റെ അപ്പനെ കുറിച്ച് ഓർത്തു, അപ്പന്റെ കൂലിക്കാരെ കുറിച്ച് ഓർത്തു, വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ച് ഓർത്തു. മനസ്സിലായോ? ആ ഓർമ്മ എപ്പോഴാ വന്നറിയാമോ? പട്ടിണി അടക്കുമ്പോഴാ. പിന്മാറ്റക്കാരന് പട്ടിണി അടക്കുമ്പോൾ ഓർത്തു. കർത്താവ് പറഞ്ഞത് തന്നെയാണ്, നീ എവിടെ വീണ്ടിരിക്കുന്നുവെന്ന് ഓർക്കണം. അവനെന്തോ ഓർത്തു? എന്റെ അപ്പൻ സ്നേഹമുള്ളപ്പനാ, എന്റെ അപ്പന്റെ ജോലിക്കാര്, അപ്പൻ ധനവാനാ, എന്റെ അപ്പന്റെ ഭവനത്തിന് ആഹാരം, എനിക്ക് ആഹാരമില്ല. അവൻ ഓർത്തു. 20-ാം വാക്യം, വേഴ്സ് 20. 18. അവൻ മാനസാന്തരപ്പെട്ടു. മനസ്സിലായോ? ഞാൻ എഴുന്നേക്കും, ഞാൻ പോകും. മാനസാന്തരപ്പെട്ടു. ഓർത്തു, മാനസാന്തരപ്പെട്ടു. റിമെമ്പർ ആൻഡ് റിപ്പന്റ്. 20-ാം വാക്യം, വേഴ്സ് 20. പോയി, റിട്ടേൺ, മടങ്ങിപ്പോയി. 24-ാം വാക്യം. ആനന്ദിച്ചു തുടങ്ങി. ദ ബിഗാൻ ടു മെറി. റെസ്റ്റോറേഷൻ. നോക്കണം, ഈ മനുഷ്യൻ മതി നമുക്കൊരു മാതൃകയായിട്ട്. അവന് ഓർത്തു, മാനസാന്തരപ്പെട്ടു, മടങ്ങി വന്നു, യഥാസ്ഥാനപ്പെട്ടു. നമുക്കും ആവശ്യമില്ല. ഒത്തിരി കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, ഒത്തിരി അഗാധമായിട്ടൊന്നും പഠിക്കണ്ട. കർത്താവ് പറഞ്ഞത്, നീ ഏതിനും വേണ്ടിയിരിക്കുന്നുവെന്ന് ഓർക്ക്. നീ അങ്ങനെ മാനസാന്തരപ്പെട്ടു വാ, നീ പഴയ പോലെ ജീവിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഞാനും നിങ്ങളും ഒന്ന് മനസ്സ് വെച്ചാൽ മതി. കർത്താവെ, ഇത്ര പരാജയം സംഭവിച്ചിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ തയ്യാറെന്ന് പറയാൻ പോലും വേണ്ട. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ പാപം ചെയ്തു എന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ പാപം അവൻ ക്ഷമിച്ചു. നമ്മൾ ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്, ന്യായപ്രണയുഗത്തിലല്ല. കുറവ് സംഭവിച്ചു എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതി. മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചാൽ മതി. അത്ര സ്നേഹമാണ് നമ്മുടെ കർത്താവ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനായിട്ട് പറയുക. മടങ്ങി വന്നാൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. വീണ്ടും വായിച്ചോ. വെളിപ്പാട് 2-ന്റെ 5-ാമത്തെ വാക്യം, വേഴ്സ് 5. നീ ഏതെന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക, നിന്റെ പഴയ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഇത് ഈ ഞാൻ വരികയെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചല്ല, താൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതിന്റെ ആശയം. ഞാൻ പ്രവർത്തിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ നിലവിളക്ക് ആരുടെയാ? ശ്രദ്ധിച്ചോ? നിന്റെ ഈ നിലവിളക്ക് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? നിലവിളക്കത്തോ 2 ക്ലാസ് എടുത്താൽ മതി.
സഭ, നിന്റെ സഭ. സഭ എവിടെയാണ്? കർത്താവില്ല. കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും. പിന്നെ പൗലോസ് പറഞ്ഞു താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. അപ്പൊ സഭ എവിടെയാ? സഭ കർത്താവിന്റെ അന്ന് യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ ആ കർത്താവ് തന്നെ പറയാ എഫെസോസ് വിശ്വാസത്തോട് നോക്കി നിന്റെ സഭ. അതിന്റെ അർത്ഥം തന്നെ ഇപ്പൊ നീ നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ഉദാഹരണം ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം. ലേവ്യ പുസ്തകം 23 അധ്യായം, ലെവിറ്റിക്കസ് 23. ലേവ്യ പുസ്തകം 23 അധ്യായം വായിച്ച് എടുത്ത് ഉത്സവത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഉത്സവത്തെക്കുറിച്ച് 1-ാമത്തെ വാക്യവും 44-ാമത്തെ വാക്യവും. ലെവിറ്റിക്കസ് 23 വേഴ്സസ് 1 and 44. 1:44. ആ ആ മതി. 44-ാം വാക്യം. 4. അത് ആ ഭാഗം മുഴുവൻ വായിച്ചാൽ ഉത്സവം ആരുടെയാണ്? യഹോവയുടെയാണ്. 7 ഉത്സവങ്ങളുണ്ട്. അതിന്റെ അർത്ഥമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 7 ഉത്സവവും യഹോവയുടെയാണ്. യഹോവയ്ക്ക് ജനത്തോടു കൂടെ ഒന്നിച്ച് സന്തോഷിപ്പാനും യാഗം സ്വീകരിപ്പാനും അവർ അനുഗ്രഹിപ്പാനും ഒക്കെ ഉള്ള ഉത്സവങ്ങളാണ്. അത് എന്റേത് എന്ന് പ്രത്യേകം പറയും. തുടക്കത്തിലുമുണ്ട്, ഒടുക്കത്തിലുമുണ്ട്. ഇടയ്ക്ക് വായിച്ച പിന്നെ അവിടുണ്ട്. ഉത്സവം യഹോവയുടേതാണ്. അത്രയും പറഞ്ഞാൽ മതി അതിനെക്കുറിച്ച്. ഇനി യോഹന്നാൻ 5:1 വായിച്ച്. യോഹന്നാൻ 5:1. John chapter 5 verse 1. മതി. യഹൂദന്മാരുടെ ഉത്സവം 7-ാം വാക്യം. 7 John 7:2. 2-ാം വാക്യം. മതി. അതിനുശേഷം യഹൂദന്മാരുടെ പെരുന്നാള്, യഹൂദന്മാരുടെ കൂടെ പെരുന്നാൾ ഉത്സവം ആരുടെയാ? ഞാൻ ചിരിച്ചു ചോദിക്കാം. ഉത്സവം ആരുടെ ആയിരുന്നു? ഇപ്പൊ ആരുടെയാ? ഇത് തന്നെ അവിടെ സംഭവിച്ചത്. സഭ കർത്താവിന്റെ ആയിരുന്നു. ഇപ്പൊ പറയുന്നു നിന്റെ സഭയെ ഞാൻ അവിടുന്ന് നീക്കും. കർത്താവിന്റെ പ്രമാണപ്രകാരം പോകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടേതാ. കർത്താവിന് ഒരു നിലവാരമുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു മെഷർമെന്റ് ഉണ്ട്, ഒരു അളവ് പോലുണ്ട്. അത് പ്രകാരം പോയെങ്കിൽ മാത്രമേ കർത്താവ് അംഗീകരിക്കത്തുള്ളൂ. യഹൂദന്മാരുടെ ഉത്സവമൊക്കെ അവരുടെ ഇഷ്ടം പോലായി. കർത്താവിന് ഇഷ്ടമല്ലാത്തതായി. അത് പിന്നീട് അത് അവരുടെയായിട്ട് മാറി. ഇതുപോലെയാണ് സഭകളെ സംബന്ധിച്ച്. ആത്മാർത്ഥം ചിന്തിച്ചു നോക്കുക. നാം കൂടി വരുന്ന, നമ്മൾ ഇരിക്കുന്നവർ തന്നെ പല സ്ഥലങ്ങളിൽ കൂടുന്നവരാണല്ലോ. നാം കൂടി വരുന്ന ഓരോ സ്ഥലസഭയുടെ അവസ്ഥ എന്താ? നമ്മുടെയാണോ കർത്താവിൻ്റെയാണോ? കർത്താവ് ഇന്ന് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ, കർത്താവിനെല്ലാം അറിയാം ഒന്നും ആരും പറയൊന്നും വേണ്ട, സംസാരിക്കാൻ തുടങ്ങിയാൽ എന്ത് പറയും? നിന്റെ നിലവിളക്ക്. ബാക്കി എന്തുവാ? അതിന്റെ നിലയിൽ നിന്ന് നീക്കും. നില എന്ന് പറഞ്ഞാൽ എന്താ? നില എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ശബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവന്റെ പരിചാരകന്മാരുടെ വസ്ത്രം, അവരുടെ നിൽപ്പ്, അവരുടെ നില ഒക്കെ കണ്ടപ്പോൾ അമ്പരന്ന് പോയിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാവിന് മുൻപാകെ നിൽക്കുന്നതിന് ഒരു നിലയുണ്ട്, ഒരു നിലവാരമുണ്ട്. പറയത്തില്ല പിള്ളേരുടെ കേട്ടോ നിലയ്ക്ക് നിൽക്കണം പറയത്തില്ല, ഒരു നിലയുണ്ട്. എസ്രാ ശാസ്ത്രി ബൈബിൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ, ബൈബിൾ വെച്ചാൽ പഴയ പ്രമാണം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ജനങ്ങളൊക്കെ ആ നിലയിൽ തന്നെ നിന്നു. എന്നുവെച്ചാൽ വളരെ ഭക്തിയോടെ ഭയത്തോടെ നിന്നു എന്നതിന്റെ ആശയം. ഒരു നിലയുണ്ട്. ഓരോരുത്തർക്കും ഒരു നിലവാരമുണ്ട്. അത് സൂക്ഷിച്ചോണം. നിന്റെ നില, ഞാൻ നിന്നെ ഒരു സഭയായിട്ടോടെ ആക്കിയപ്പോൾ ഒരു നിലയും നിലവാരവും വെച്ചിരുന്നു. നീ ആ നിലവാരത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യും? ആ നിലയിൽ നിന്ന് അതിനെ അത്ര പറഞ്ഞോളൂ. ഇനി ആ സഭയെ ഞാൻ നീക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? സഭാഹോൾ ഇടിച്ചു കളയുമെന്നല്ല, സഭാഹോൾ കൂട്ടിയിടിക്കുന്നതല്ല, സഭ വഴക്കുണ്ടാക്കി രണ്ടായിട്ട് കൂടുന്നതല്ല. അതൊക്കെ ആയെന്ന് വരാം, അവിടെ നിൽക്കട്ടെ. അത്രയ്ക്ക് അടുപ്പിച്ച് ഞാൻ പറയുന്നില്ല. മീറ്റിങ്ങും ആരാധനയും അപ്പം മുറിയും പാട്ടും പ്രാർത്ഥനയും എല്ലാം ഉള്ളപ്പോൾ തന്നെ പല പ്രാദേശിക സഭകളും കർത്താവിന്റെ ദൃഷ്ടിയിലില്ല. സോറി കേട്ടോ അങ്ങനെ പറയുന്നത്. നീക്കും എന്ന് പറഞ്ഞതിന്റെ ആശയം അടച്ചിടുമെന്നല്ല,
ഒരുപക്ഷെ അങ്ങനെ ആയെന്ന് വരാവുന്നേ ഉള്ളൂ. കർത്താവിന്റെ നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കാതെ പ്രവർത്തിക്കുന്നെങ്കിൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഇല്ലെന്ന് നിലയിനെ നീക്കിയുള്ളൂ, സ്ഥലത്ത് നീക്കിയില്ല. എവിടാ? ദേശത്ത് നീക്കുമോ? ഇല്ല. ദേശത്ത് ഇപ്പോഴും കൂടുന്നുണ്ട്, ഇപ്പോഴും പാട്ട് പ്രാർത്ഥനയുണ്ട്. കർത്താവ് കൊടുത്ത നിലയിൽ അവരെ നീക്കി. എന്റെ പ്രിയ സഹോദരന്മാരെ, ഞാനീ പറയുന്നത് വളരെ ദുഃഖത്തോടും ഭാരത്തോടുമാണ്. നമ്മൾ കൂടുന്ന പ്രാദേശിക സഭയുടെ സ്ഥിതി എന്താണ് ചിന്തിച്ചു നോക്ക്. ഉണ്ടോ കർത്താവിന്റെ ദൃഷ്ടിയിൽ? ഇപ്പോഴും ഉണ്ടോ? അതോ നിങ്ങൾ കൂടെ എന്ന് പറയുകയാണോ? നമ്മൾ പഠിക്കാൻ പോകുന്ന 7ാമത് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവാനും ഗൗരവം. ഞാൻ വാദത്തിൽ നിന്ന് തലക്കത്തില്ലെന്ന് മനസ്സിലായോ? അപ്പൊ മനസ്സിലായല്ലോ. നിലയിൽ നിന്ന് നീക്കും. ഒരു വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചോ, എന്താ പറഞ്ഞേക്കുന്ന അവസാനം? ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആശയം എന്നാ? ചെവിയുള്ളവൻ കേൾക്കെന്ന് പറഞ്ഞാൽ സഭ ഒന്നടങ്കം ഈ കുഴപ്പമൊക്കെ കാണിച്ചു വെച്ചേക്കുക. മൂപ്പന്മാരും ഉപദേശിമാരും ഒക്കെ അവരോട് താല്പര്യപ്രകാരമോ തമ്മിൽ പൊരുത്തക്കേട് കാണിച്ചോ ഒക്കെ പല കാര്യം കാണിച്ചു വെച്ചെന്ന് വരാം. ഇതെല്ലാം കൂടെ സഹിക്കാൻ വേണ്ടി ദൈവം പറയുന്നു, ഞാൻ നിലയിൽ നിന്ന് നീക്കും. എന്നിട്ട് പറയുന്നു, ചെവിയുള്ളവൻ ഒരാളെങ്കിലും, ഒരു കുടുംബമെങ്കിലും സഭയിൽ ഭാരത്തോടും താല്പര്യത്തോടും ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്ത് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെട്ടാൽ കർത്താവ് കരുണ കാണിക്കും. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം വായിച്ച്. ഏറ്റവും അവസാനത്തെ വാക്യം, 14-ന്റെ ഏറ്റവും അവസാനത്തെ വാക്യം. കൊള്ളത്തില്ല. പിന്നെ കേൾക്കാൻ ചെവിയുള്ളവൻ. അടുത്ത വാക്യം എന്നാ? 15-ാം അധ്യായം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുക. അന്ന് ഈ അധ്യായമൊന്നും ഇല്ലണ്ടോ? ഇല്ല. അധ്യായം ചാപ്റ്ററൊന്നും ബാക്കിയൊന്നുമില്ല. ഒറ്റ വാക്യത്തിൽ പറയാം, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചുങ്കക്കാരും പാവികളും കേൾക്കാൻ വന്നു. ചുങ്കക്കാരും പാവികളും ദേശത്ത് അറക്കപ്പെട്ടവരാ, വെറുക്കപ്പെട്ടവരാ. അവർക്ക് എന്ത് വേണം? കേൾക്കണം. അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അടുത്ത വാക്യം തന്നെ 2-ാം വാക്യം. ഈ പരീശന്മാർ ശാസ്ത്രിമാരും ആരാ? പരീശന്മാർ പ്രമാണം നന്നിട്ട് അറിയാവുന്നവരാ. ശാസ്ത്രിമാരുടെ പ്രമാണം പകർത്തി എഴുതി നിൽക്കുന്നവരാ. രണ്ടുപേരും വലിയ പരിജ്ഞാനികളാണ് വചനത്തിന്. മറ്റവരാരാ? ചുങ്കക്കാരും പാവികളും. അവർക്ക് കേൾക്കണം. ഇവർക്ക് കേൾക്കണ്ട, പറഞ്ഞാൽ മതി. ചീത്ത പറഞ്ഞാൽ മതി, അനാവശ്യം പറഞ്ഞാൽ മതി, തെറ്റ് പറഞ്ഞാൽ മതി, കുറ്റം പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അവസാനിപ്പിക്കാൻ പോവാം. കേൾപ്പാൻ ചെവിയുള്ളവൻ. സഭാ കൂടിവരവുകളിൽ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? കേൾപ്പാനുള്ള ആഗ്രഹമാണോ? പരീശനെയും ശാസ്ത്രീയം പോലെ കുറ്റം പറയാനും കുറവ് പറയാനും പ്രസംഗത്തിന് മാർക്കിടാനും നമ്മളിരിക്കുകയാണ്? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നന്നാകത്തില്ല. ഒരു മുഴുവൻ സഭയോട് പറയുക, നീ വീണിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്ടു. എന്നിട്ട് പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ. ഒരാളെങ്കിലും പറയാം, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുടുംബമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. നമുക്ക് നമ്മൾ തന്നെ ഒന്ന് സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടുത്താം. ഫീസിനും താഴെ കുറവുകളെ കണ്ടുപിടിക്കാം. പരാജയം എവിടെ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ദൈവത്തെ നമുക്ക് ഉണ്മയായി സ്നേഹിക്കാം. ദൈവം മറ്റൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. നാം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ചെയ്താലും മതി. പക്ഷേ സ്നേഹത്തിൽ നിന്നായിരിക്കണം. ഒത്തിരി ചെയ്തിട്ട് സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതാണ് ഈ അധ്യായത്തിന്റെ, ഈ വിഷയത്തിന്റെ രത്ന ചുരുക്കം. ഒരു ദിവസങ്ങളിൽ കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ച് ബഹുമാനിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ വിശ്വസ്തമായി ചെയ്ത് കർത്താവിൽ നിന്ന് പുകഴ്ച പ്രാപിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.